ഇങ്ങനെ കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് നടക്കുന്ന എൻ്റെ മോനെ എങ്ങനെയാണ് 5 മിനിറ്റിൽ ഇതുപോലെ ഉറക്കുന്നത് എന്നുള്ളതിൻ്റെ സീക്രട്ട് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഫുള്ളായിട്ട് കാണുക. 5 സ്റ്റെപ്പായിട്ടാണ് ഞാൻ എൻ്റെ മോനെ ഉറക്കുന്നത്. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരേ സമയം തന്നെ ഉറക്കാൻ ശ്രമിക്കുക. അതുപോലെ കിടക്കുന്ന റൂമിൻ്റെ ആംബിയൻസ് അതനുസരിച്ച് സെറ്റ് ചെയ്യുക. ലൈറ്റ് ഓഫ് ആക്കുക അല്ലെങ്കിൽ ഡിം ആക്കുക. AC ഉണ്ടെങ്കിൽ റൂം ഒന്ന് കൂളാക്കാം കിടക്കുന്നതിന് മുന്നേ തന്നെ. അതുപോലെ എന്തെങ്കിലും നൈറ്റ് റിച്വൽസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് അവരെ ഒന്ന് മേല് കഴിപ്പിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യിപ്പിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യിപ്പിക്കാം. ഓക്കെ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുഞ്ഞിനോട് നമ്മളിനി ഉറങ്ങാൻ പോവാണ് എന്ന് പറയുക. ഓക്കെ. തോളിൽ കിടക്കുന്ന കുട്ടിയാണെങ്കിൽ തോളിലിടാം, അല്ലെങ്കിൽ കട്ടിൽ കിടത്താം. ചില കുട്ടികൾ കട്ടിലോട്ട് കിടക്കാനൊക്കെ ഒരു മടി കാണിക്കും, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇറങ്ങി ഓടിപ്പോവും. സോ അങ്ങനത്തെ കുട്ടികൾക്കൊരു ഇൻട്രസ്റ്റ് വരുത്താൻ വേണ്ടി മാത്രം അവർക്ക് വേണമെങ്കിൽ ഒരു കഥ പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ എല്ലാ ദിവസവും ഒരേ കഥ തന്നെ പറഞ്ഞാലും മതി. ഇനി നിങ്ങൾക്കതൊരു ബോണ്ടിങ് ആക്ടിവിറ്റി ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും പുതിയ കഥകൾ പറയാം, അല്ലെങ്കിൽ ഒരു ബെഡ് ടൈം സ്റ്റോറി ബുക്ക് വാങ്ങിച്ചു വെക്കാം. അതിൻ്റെ അകത്തുനിന്ന് ഓരോ കഥകൾ ഓരോ ദിവസവും വായിച്ചു കൊടുക്കാം. പക്ഷേ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആക്കി കുറേ കഥകളൊന്നും വായിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ ഇൻട്രസ്റ്റ് കൂടി ഉറക്കത്തിലോട്ടുള്ള മൂഡ് പോവത്തേ ഉള്ളൂ. ഓക്കെ. അതുകൊണ്ട് ഒരു സ്റ്റോറിയോ 2 സ്റ്റോറിയോ മാക്സിമം കുഞ്ഞു കഥകൾ പറയുക. അതുപോലെ പറ്റുമെങ്കിൽ അവരെ ബോറടിപ്പിക്കുന്ന പോലെ ഒരേ കഥ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ തന്നെ അവർക്ക് ഉറങ്ങാനുള്ളൊരു മൂഡ് സെറ്റാവും. ഇനി അടുത്തതായിട്ട് 3ാമത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് അഫർമേഷൻസ് ആണ്. അതായത് കുഞ്ഞിനോട് വളരെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുക. അവരോട് നമുക്ക് എന്തോരം സ്നേഹമുണ്ടെന്ന് പറയാം. അതുപോലെ ഉറക്കം അവർക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നവരോട് പറയാം. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ മോനോട് പറയുന്നത്, അമ്മയ്ക്കും അച്ഛനും ഋദ്ധിയെ ഒരുപാട് ഇഷ്ടമാണ്. അമ്മയുടെ അച്ഛൻ്റെയും പൊന്നാണ് ഋദ്ധി. ഋദ്ധി ഇപ്പോൾ ഉറങ്ങാൻ പോവാണ്. ഋദ്ധിയുടെ ബോഡി റെസ്റ്റ് എടുക്കാൻ പോവാണ്. ഉറക്കത്തിലാണ് ഋദ്ധിയുടെ ബുദ്ധി വളരുന്നത്, ശരീരം വളരുന്നത്. അമ്മയ്ക്കും അച്ഛനും ഋദ്ധിയെ ഒരുപാട് ഇഷ്ടമാണ്. അമ്മയുടെ കൂടെ കെട്ടിപ്പിടിച്ച ഋദ്ധി രാത്രി മുഴുവൻ ഉറങ്ങുന്നത്. ഋദ്ധി രാവിലെ എണീക്കുമ്പോൾ നല്ല മിടുക്കനായിട്ട് എണീക്കും. അതിനുവേണ്ടി ഋദ്ധി നല്ലതായിട്ടാണ് ഇപ്പോൾ ഉറങ്ങാൻ പോകുന്നത്. അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്ത് കുറച്ച് അഫർമേഷൻസ് അവരോട് പറയാം. നമ്മൾ അങ്ങനെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സേഫ്റ്റി ഫീൽ ചെയ്യും. അച്ഛനും അമ്മയും രാത്രി എൻ്റെ കൂടെയുണ്ട്, അതുപോലെ അച്ഛനും അമ്മയും എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ മിടുക്കനാണ്. അങ്ങനെ അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടും സേഫായിട്ടും സെക്യൂറായിട്ടും ഇരിക്കും ആ അഫർമേഷൻസ് കേൾക്കുമ്പോൾ. ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ചുമ്മാ മസാജ് ചെയ്താൽ മാത്രം പോരാ, നമ്മളുടെ കാല് തൊട്ട് തല വരെ കുഞ്ഞിൻ്റെ മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഓരോ ഭാഗം മസാജ് ചെയ്ത് കഴിഞ്ഞും ആ ഭാഗം ഉറങ്ങി എന്നവരോട് പറയണം. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ മോനോട് പറയുന്നത്, ഋദ്ധിയുടെ കാലുറങ്ങി, ഋദ്ധിയുടെ തുടയുറങ്ങി, ഋദ്ധിയുടെ പുറം ഉറങ്ങി, അങ്ങനെ ഓരോ ഭാഗം ഉറങ്ങി എന്ന് പറയും. അങ്ങനെ മുകളിൽ വന്ന് ഋദ്ധിയുടെ കണ്ണുറങ്ങി, മൂക്കുറങ്ങി, തലയുറങ്ങി, അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഉറങ്ങി എന്ന് പറയും. അവസാനം ഋദ്ധി മൊത്തത്തിൽ ഉറങ്ങി എന്ന് പറയും. അപ്പോൾ എൻ്റെ മോൻ നല്ല സാധനമാണ്. ഇടയ്ക്ക് പറയും, അമ്മ അതാ എൻ്റെ കാല് വീണ്ടും എണീറ്റു എന്നൊക്കെ പറയും. അതിലൊന്നും വീഴരുത്. വീണ്ടും വീണ്ടും എല്ലാം ഉറക്കി കിടത്തുക. പിന്നെ അവർ വീണ്ടും സംസാരിക്കുകയാണെങ്കിൽ എല്ലാം ഉറങ്ങി, ഇനി സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് ബ്രേക്ക് ചെയ്യുക. ഓക്കെ. പിന്നെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോ പിച്ചിൽ പാട്ട് പാടുക എന്നുള്ളതാണ്. ലോ പിച്ച് എന്ന് വെച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഹരിവരാസനം എന്ന് പറഞ്ഞ പാട്ടാണെങ്കിൽ അതൊരു പെണ്ണിൻ്റെ ശബ്ദത്തിൽ ഒരു ഫീമെയിൽ വോയിസിൽ പാടുമ്പം അത് ഹൈ പിച്ചാണ്. അതായത് ഹരിവരാസനം അങ്ങനെ പാടുമ്പോൾ അത് ഹൈ പിച്ചാണ്. അത് നേരെ മറിച്ച് കുറച്ച് മാൻലി ആയിട്ടുള്ളൊരു വോയിസിൽ ഒരു പാടുമ്പം ഹരിവരാസനം അങ്ങനെ പാടുമ്പോൾ അത് ലോ പിച്ചാവും. ഓക്കെ. അപ്പോൾ ലോ പിച്ചിൽ വേണം നമ്മൾ പാടാൻ. നിറയെ വൈബ്രേഷൻസ് വേണം ആ പാട്ട് നമ്മൾ പാടുമ്പോൾ. ആ വൈബ്രേഷൻസ് നമ്മുടെ ബോഡിയോട് ചേർന്ന് കിടക്കുമ്പോൾ കുഞ്ഞിനെ ഫീൽ ചെയ്യണം. അപ്പോൾ അതവരെ ഭയങ്കര ഒരു റിലാക്സിങ് സ്റ്റേറ്റിലേക്ക് എത്തിക്കും. സോ നമ്മൾ ഈ ഒരു മസാജിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ പാട്ട് ലോ പിച്ചിൽ പാടിക്കൊണ്ടേയിരിക്കുക. ആ വൈബ്രേഷൻസ് ഈവൻ ജസ്റ്റ് ഒന്ന് ഹം ചെയ്ത് കൊടുത്താൽ തന്നെ മതി. ആ വൈബ്രേഷൻസ് അവർക്ക് ഫീൽ ചെയ്യുമ്പം അവർ പതിയെ പതിയെ ഉറങ്ങിക്കോളും. പിന്നെ നല്ലതായിട്ട് ഉറങ്ങിയ ശേഷം മാത്രം കട്ടിലിൽ കിടത്തുക അല്ലെങ്കിൽ മാറ്റി കിടത്തുകയൊക്കെ ചെയ്യാവുള്ളൂ. അഥവാ അവർ വീണ്ടും എണീക്കുകയാണെങ്കിലും ഈ ഒരു വൈബ്രേഷൻസിൽ കൂടെ തന്നെ പാടാൻ ശ്രമിക്കുക ലോ പിച്ചിൽ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ടിപ്സ്. താങ്ക് യു. നമ്മുടെ വിരലുറങ്ങി, നമ്മുടെ മൂക്കുറങ്ങി, നമ്മുടെ കാലുറങ്ങി, മുട്ടുറങ്ങി.